Good morning friends. Today let's see about structure within structure. Before going to the topic structure within structure, let's see why we need to have a facility, that is why we need to declare a structure inside another structure. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എനിക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എനിക്ക് സബ്ജക്റ്റിൻ്റെ നെയിം, ഏത് സെമസ്റ്ററിലാണ് സബ്ജക്റ്റ് വരുന്നത്, ആ സബ്ജക്റ്റിനെ റെഫറൻസ് ബുക്ക് ചെയ്താണ്, ഈ 3 ഡീറ്റെയിൽസാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. For storing these 3 details, സബ്ജക്റ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാനായിട്ട് ഐ നീഡ് ടു ഹാവ് എ ക്യാരക്ടർ അറേ. സബ്ജക്റ്റിൻ്റെ സെമസ്റ്റർ ഓഫ് സ്റ്റഡി സ്റ്റോർ ചെയ്യാനായിട്ട് ഐ നീഡ് ടു ഹാവ് ആൻ ഇൻറ്റിജർ വേരിയബിൾ. And these two are different data types, so I need to have a structure. So subject details store ചെയ്യാനാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. എൻ്റെ സ്ട്രക്ചറിൻ്റെ പേര് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ആ സബ്ജക്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനുള്ളിൽ സബ്ജക്റ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ എനിക്കൊരു വേരിയബിൾ വേണം. ഫോർ ദാറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എസ് നെയിം എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് റെഫറൻസ് ബുക്കാണ്. ഒരു റെഫറൻസ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ടൈറ്റിൽ വേണം, ഏത് ടെക്സ്റ്റ് ബുക്കാണെന്ന് അറിയാനായിട്ട് ടൈറ്റിൽ വേണം. ദെൻ ഓതറിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. ദെൻ അതിൻ്റെ പ്രൈസ് സ്റ്റോർ ചെയ്യണം. These are the 3 details I need to store in a reference book. അപ്പോൾ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്ന വേരിയബിൾ, എനിക്കൊരു വേരിയബിൾ, ഒരു സിംഗിൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റെഫറൻസ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ നീഡ് ടു ഹാവ് അനദർ സ്ട്രക്ചർ. സോ ഇവിടെയാണ് സ്ട്രക്ചർ വിത്തിൻ സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. സോ C++ സപ്പോർട്ട് സ്ട്രക്ചർ വിത്തിൻ സ്ട്രക്ചേഴ്സ്. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട്, struct 1, syntax is just general syntax, another define ചെയ്തു. These are the definition for structure 1, and inside structure 2 I can use the structure 1. structure 2-നുള്ളിൽ ആസ് യൂഷ്വൽ നിങ്ങൾ structure 2-നുള്ളിൽ ബാക്കി വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ structure 1-ൻ്റെ വേരിയബിളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈ structure 2-നുള്ളിൽ യു ക്യാൻ യൂസ് ദ structure 1. Let's see with an example. ഇവിടെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ദ സെയിം എക്സാമ്പിൾ നമ്മൾ മുന്നേ കണ്ടതിന് ഐ നീഡ് ടു ഹാവ് എ സ്ട്രക്ചർ സബ്ജക്ട്. ഇൻ ഓർഡർ ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ സബ്ജക്ട് ഐ നീഡ് ടു ഹാവ് എ സ്ട്രക്ചർ. ബിഫോർ ഡിഫൈനിങ് ദാറ്റ് ഐ നോ ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ റെഫറൻസ് ബുക്ക് ഐ നീഡ് ടു ഹാവ് അനദർ സ്ട്രക്ചർ. സോ ഐ എം ഡിക്ലയറിംഗ് ഫസ്റ്റ് ഐ എം ഡിഫൈനിങ് ദാറ്റ് സ്ട്രക്ചർ. ഫസ്റ്റ് ദ കീവേഡ് സ്ട്രക്ചർ, ദെൻ നെയിം ഓഫ് മൈ സ്ട്രക്ചർ ആസ് ബുക്ക്. Then inside that I need to store the details of title of the book. Title of the book store ചെയ്യണമെങ്കിൽ I need to have a character array. ഞാൻ അതിന് വേരിയബിളിൻ്റെ പേര് കൊടുത്തത് ടൈറ്റിൽ. It's of size 50, you can give any size. And author details. In order to store the author details I need to have another character array, char. I am using author as the variable name. And to store the price details of the book I need to have another integer variable, int. My variable name is price. So these are the elements in my structure book. Next is I am defining the structure for storing the subject details. സബ്ജക്റ്റിൽ എനിക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? സബ്ജക്റ്റിൻ്റെ നെയിം, സെമിസ്റ്റർ ഓഫ് സ്റ്റഡി ആൻഡ് ദ റെഫറൻസ് ബുക്ക്. സോ സബ്ജക്റ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ എൻ്റെ സ്ട്രക്ചർ കീവേഡ് ആൻഡ് എൻ്റെ സ്ട്രക്ചറിൻ്റെ പേരെന്ന് പറയുന്ന സബ്ജക്റ്റ്. ആൻഡ് നെക്സ്റ്റ് ഇൻസൈഡ് ദ സബ്ജക്റ്റ് എനിക്ക് വേണ്ട വേരിയബിൾസ് എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ വേരിയബിൾ, ക്യാരക്ടർ അറേ. ദെൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ സെമസ്റ്റർ ഓഫ് സ്റ്റഡി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർ സെമ്മ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ട ബുക്ക് ഡീറ്റെയിൽസ് ആണ്. ബുക്കിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടു അത് അനദർ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഡിക്ലെയർ ചെയ്യേണ്ട വേരിയബിൾ സ്ട്രക്ചർ ബുക്കിൻ്റെ വേരിയബിളാണ്. സോ ഡേറ്റ ടൈപ്പ് ഈസ് സ്ട്രക്ചർ ബുക്ക്, വേരിയബിൾ നെയിം ഈസ് ബി. സോ എൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് 3 വേരിയബിൾസ് ആണുള്ളത്. ഫസ്റ്റ് വേരിയബിൾ ഈസ് എ ക്യാരക്ടർ വേരിയബിൾ ഫോർ സ്റ്റോറിംഗ് ദി സബ്ജക്ട് നെയിം. സെക്കൻഡ് വേരിയബിൾ ഈസ് എ ഇൻറ്റിജർ വേരിയബിൾ സെം. തേർഡ് വേരിയബിൾ ഈസ് എ ബുക്ക് വേരിയബിൾ, സ്ട്രക്ചർ ബുക്ക് വേരിയബിൾ, ആൻഡ് ഇറ്റ് ഈസ് ബി. And this B can store title of the book, author name and price, because B will contain these 3 memory for these 3 variables. So let's see how I can store the details in this subject structure. So for storing the details of the structure subject I need to declare the variable of subject.
സോ സബ്ജക്റ്റിൻ്റെ വേരിയബിൾ ഞാൻ മെയിനുള്ളിൽ ഡിക്ലെയർ ചെയ്യാണ്. സ്ട്രക്ചർ സബ്ജക്റ്റ് വേരിയബിൾ നെയിം ഇസ് എസ്. ദെൻ നെക്സ്റ്റ് ഐ നീഡ് ടു സ്റ്റോർ ദ ഡീറ്റെയിൽ സബ്ജക്ട് നെയിം. സോ ഞാൻ യൂസറിൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റർ ദ സബ്ജക്ട് നെയിം. യൂസർ എൻ്റർ ചെയ്യുന്ന സബ്ജക്ട് നെയിം എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത് എൻ്റെ എസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ എസ് നെയിം എന്ന് പറയുന്ന വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ അതെങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുക, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സബ്ജക്റ്റിൻ്റെ വേരിയബിൾ എസ് ഡോട്ട് ദെൻ എൻ്റെ വേരിയബിളിൻ്റെ നെയിം എസ് നെയിമിലേക്കാണ് എനിക്ക് സ്റ്റോർ ചെയ്യണം. സോ എസ് ഡോട്ട് എസ് നെയിം. സോ ഐ ക്യാൻ സ്റ്റോർ ദ ഡീറ്റെയിൽസ് ഓഫ് സബ്ജക്ട് നെയിം ഇൻ എസ് ഡോട്ട്. ഈ എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ സ്ട്രക്ചർ വേരിയബിളിൻ്റെ എസ് നെയിമിലേക്ക് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് സെമസ്റ്റർ എവിടെ സ്റ്റോർ ചെയ്യേണ്ടത്, സെമസ്റ്റർ സെം എന്ന് പറയുന്ന വേരിയബിളിൽ എസിൻ്റെ സെം എന്ന് പറയുന്ന വേരിയബിളിൽ. സോ എസ് ഡോട്ട് സെം. നെക്സ്റ്റ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ബുക്ക് ടൈറ്റിലാണ്. ബുക്കിൻ്റെ ഡീറ്റെയിൽസ്, റെഫറൻസ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ്. റെഫറൻസ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എസ് എന്ന് പറയുന്ന സബ്ജക്ട് വേരിയബിളിൻ്റെ എസ് ഡോട്ട് അതിനുള്ളിലുള്ള ബി ബുക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിൻ്റെ ടൈറ്റിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. So how can I access that, s dot b dot title, s dot this b dot title. Then author name store ചെയ്യേണ്ടത് എവിടെയാണ്, s dot സബ്ജക്റ്റിൻ്റെ s dot b ബുക്കിൻ്റെ b dot then authorലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. Then price of the book സ്റ്റോർ ചെയ്യേണ്ടത് s dot b dot price. And for displaying the data also you can use the same type of accessing for displaying the data. That is subject is s dot s name, the semester is s dot sem will contain the user ended semester. Then s dot b dot title will contain the user ended title. Then s dot b dot author will contain user ended author. S dot b dot price will contain user ended price. So we can display the details by using cout statement. Like any other variable, you can use the variable like s dot b dot title, s dot b dot author and s dot sum and cout statement. Thank you. Hope you understand.